കാരണം ഇപ്പം ജീവൻ വരെ ഭീഷണിയായിട്ട് ഇരിക്കുമല്ലേ. അപ്പോൾ പോലീസിൻ്റെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ പാർട്ടിയിൽ മെറിറ്റിന് വിലയില്ലാന്ന് നമ്മൾ കാലം തെളിയിച്ചു കഴിഞ്ഞു. മെറിറ്റിന് വിലയില്ല. ഈ 37 ഇയേഴ്സ് പ്രവർത്തിച്ച ഞാനാണ് എനിക്ക് അത് തന്നു ഇത് തന്നു എന്നാണ് ഒരാൾ പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഇത്രയും ഈ എന്താ പറയുക ഇതൊക്കെ ചെയ്തിട്ടും ഓരോരുത്തർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ലേ? ഇല്ലേ? എത്രയോ പോസ്റ്റ് സെയിം പോസ്റ്റ് കൊടുക്കുന്ന ഓരോരുത്തർക്ക്. അല്ല, എന്താ പേര് പറയാം? ഇവരൊന്നും പേരില്ലാത്ത വ്യക്തികളാണോ? അതൊക്കെ അവരോട് ചോദിക്കണം. എന്തായാലും മെറിറ്റ് അല്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ച ചില വാക്കുകളുണ്ട്. എപ്പോഴും നീ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം, ചെറിയ കുട്ടിയായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കാസ്റ്റിംഗ് കൗച്ച്, പീഡനം, പിന്നെ എന്താണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ വേർഡ് എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ്. അതൊന്ന് ഞാൻ ഓരോരുത്തർക്ക് പേഴ്സണൽ ലൈഫുണ്ട്, അതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ ഒരു വേർഡ് ഇന്നലെയോ മിനിഞ്ഞാന്ന് പറഞ്ഞു. ഈ രാജഭരണകാലത്തും ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു, തങ്കച്ചി വീടുകളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കുറേ സ്വർണവും പണവും എല്ലാം കൊടുത്ത് വീടും വസ്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കൊടുത്ത് അവരെ കുടിയിരുത്തും. ഓക്കെ, അതൊക്കെ രാജഭരണകാലത്ത് നാട്ടു നടപ്പായിരുന്നു. പക്ഷെ അവരെ രാഷ്ട്രതന്ത്രത്തിൽ ഇടപെടത്തില്ലായിരുന്നു. അത് കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ എ കെ ആന്റണി സാറിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ തെന്നല ബാലകൃഷ്ണൻ അതിലൊക്കെ മെറിറ്റ് ഉണ്ടായിരുന്നു. എം കമലത്തിനെ പോലെ മിനിസ്റ്റർ ആയിട്ടുള്ള MT പത്മേഖല പ്യുവർലി മെറിറ്റാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അല്ല, ഞാൻ ഈ ഒരു അദ്ദേഹത്തെ ഞാൻ കണ്ടത് ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അന്ന് ഭയങ്കര ബിസി ആയിരുന്നു ഇലക്ഷൻ ക്യാമ്പയിന്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് അതാത് നേതാക്കന്മാരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ 1-2 നേതാക്കളോട് സംസാരിച്ചിരുന്നു. അതെനിക്ക് പറയാൻ പറ്റില്ല. നീതി ലഭിക്കാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിൽ നിന്ന് നീതി കിട്ടിയില്ല. നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി തന്നെയാണോ പറയാൻ? അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇത്ര നടപടിയാ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാൽ മുന്നോട്ട് പോകും. അതെ. അല്ല, ഇനിയിപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളെ, കേന്ദ്ര ഡിഫൻസ് മന്ത്രിമാരെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരാൾ എന്നെ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളിനി എപ്പോഴാണ് കാണുന്നതെന്നും കൂടി ഗ്യാരണ്ടി ഇല്ല. അതൊന്നും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വെച്ചാൽ എന്തും ചെയ്ത് കളയും. ഒരു പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കാൻ എന്തൊക്കെയാ ചെയ്തത്? പിന്നെയാണോ ഒരു സാധു വിധവയായ നിരാലംബയായ ഈ സഹോദരങ്ങൾ പോലും നാട്ടിലില്ലാത്ത ഒരു പാവ സ്ത്രീയുടെ അവസ്ഥ? ഞാൻ എന്നും എൻ്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും പിടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം. ഞാൻ നിങ്ങളോട് എത്രയോ നല്ല കുലീനയായ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ലീലാ ദാമോദർജി മുതൽ 42 വർഷം മുതൽ MT പത്മ മുതൽ എത്രയോ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? റോസക്കുട്ടി ടീച്ചറിൻ്റെ പേര് പറഞ്ഞു, മറ്റേ നമ്മുടെ ഷാഹിദ കമാലിൻ്റെ പേര് പറഞ്ഞു, എത്രയോ പേര് ഞാൻ പറഞ്ഞു, എത്രയോ പേരുടെ. ഇനി ഞാൻ എന്താ പറയണ്ടേ? എത്രയോ നല്ലവരുണ്ട് ഈ പാട്ടിൽ, എത്രയോ താഴെത്തട്ടിലുണ്ട്. എല്ലാവരും ചീത്തയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്നെ കണ്ടാൽ കിണ്ണം കട്ടിടണമെന്ന് പറയാൻ തലയിൽ തപ്പി നോക്കുന്ന ആളുകളോട് എനിക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് അവരവർ ഡിസൈഡ് ചെയ്യണം. അവരവരുടെ ലൈഫ്, അവരവരുടെ ക്യാരക്ടർ, അവരവരുടെ പേഴ്സണാലിറ്റി, അതൊക്കെ അവരവരുടെ പാരൻസിൽ നിന്ന് കിട്ടണം, കുടുംബത്തിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആട്ടിപ്പായിച്ച് തുപ്പി ഒരു വിധവയുടെ പ്ലേറ്റിൽ കൈയിട്ട് വരുന്നതല്ല.